ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ, കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി, ചെറുപുഴ. നമസ്കാരം. ഞാനൊരു മരക്കച്ചവടക്കാരനാണ്. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. അച്ഛൻ്റെ മരങ്ങളെല്ലാം കൊടുത്തോ? ഇല്ല, അത് കഴിഞ്ഞ ആരും വന്നില്ലല്ലേ? നമുക്ക് നോക്കിയാലോ? എത്ര ഏകദേശം ചോദിക്കുന്നേ? അന്ന് ഞാൻ എത്രയായിരുന്നു പറഞ്ഞത്? അന്ന് നോക്കിയിട്ട് പറയാനോ പറഞ്ഞേ? ഞാൻ നിങ്ങൾ 3 ലക്ഷം രൂപ പറഞ്ഞേ. നമുക്ക് ആ മരം നോക്കാം. നല്ല 3 ലക്ഷത്തിനാണെങ്കിൽ നോക്കാം. നമുക്ക് നോക്കിയിട്ട് കച്ചവടം ഉറപ്പിക്കാം. എന്നാ ശരി, നമുക്ക് പറമ്പിലോട്ട് ഈ തേക്ക് പിന്നെ ഒരെണ്ണം അതാണ്ടോ നിൽക്കുന്നു. നിൽക്കുന്നു കണ്ടോ? നിൽക്കുന്ന ഒരെണ്ണവും ഈ നിൽക്കുന്ന ഒരെണ്ണവും. പിന്നെ മറ്റേ മരമൊക്കെ കാണിച്ചു തന്നല്ലോ. പോവാം വീട്ടിലേക്ക്. ഇരിക്ക്. ആ കടയാടി മോൻ സുന്ദരൻ ഇന്ന് വന്നുമില്ല. ചായ വല്ലതും വെച്ച് കഴിക്കാനും ആരും ഇല്ല ഇവിടെ. അവരെല്ലാം കാനഡയല്ലേ? കണക്കെല്ലാം കൂട്ടിയില്ലേ? കണക്കെല്ലാം കൂട്ടി. എന്നാ ആ റേറ്റ് ഒന്ന് പറഞ്ഞേ. ഞാൻ അതിന് 2 ലക്ഷം രൂപ കാണുന്നുള്ളൂ. അതിനൊന്നും ഞാൻ തരികേല. ചേട്ടൻ പറഞ്ഞോ റേറ്റ്? ഞാനത് നോക്കാം. ഞാൻ ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല 2.5 ലക്ഷത്തിനാണെങ്കിൽ ഇപ്പം മുറിച്ചേക്കാം. ചേട്ടാ, ഞാൻ ഒരു 2.25 ലക്ഷം രൂപ തരുള്ളൂ. അതിന് അങ്ങനെയാണ് റെഡി. പൈസ തരും. നാളെ മരം മുറിക്കുകയും ചെയ്യും. 2.25 കുറവല്ല ചേട്ടാ. പണിക്കോലി എല്ലാം അതിൽ പെടണം. നഷ്ടമാ. എന്നാലും ഞാൻ ഉറപ്പിച്ചേക്കുന്നു. ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു. കൈയുടെ നാളെ മരം മുറിക്കുകയെ. നാളെ മുറിച്ചോണം, നിങ്ങൾ കൊണ്ടുപോക്കോണം. അത് നിങ്ങളുടെ കാര്യം. ഇതാ എണ്ണി നോക്കൂ. ഇവിടുന്ന് തന്നെ എണ്ണിക്കൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം. നാളെ മുറിച്ചോളാം. ആയിക്കോട്ടെ. ഓക്കെ, ശരി. 3 weeks later. എന്താ പൊന്ന് കോണ്ടാക്ടറെ, ഞാനേ ഒരു മാസം കൂടി ഇല്ലായിരുന്നു. മക്കളുടെ അടുത്ത് പോയേക്കുമായിരുന്നു. ഇപ്പൊ തിരിച്ചു വരുമ്പോ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ എത്ര മരഭാവം വെട്ടി നശിപ്പിച്ചെന്ന്. വെട്ടി എന്റെ പറമ്പ് നശിപ്പിച്ചില്ലേ അവന്? അല്ല, സുന്ദരനോട് എല്ലാം ചോദിക്കേ. സുന്ദര, അച്ചായൻ വിളിച്ചോ? എന്നാ അച്ചായ? ഞാനേ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്റെ മരമല്ലാതെ വെട്ടിവിറ്റേ. അത് അച്ചായൻ അന്ന് വിളിച്ചില്ലായിരുന്നോ? മരക്കച്ചവടക്കാരനോട് വരാൻ പറഞ്ഞില്ലായിരുന്നു? മരക്കച്ചവടക്കാരോട് വരാൻ പറഞ്ഞ ഉടനെ നീ അങ്ങ് വിക്കലായത്. നിന്നെ മരപ്പിക്കാൻ ഏൽപ്പിച്ചോ? അച്ചായ, മോശമല്ലാത്ത ഒരു റേറ്റ് 2.25 ലക്ഷം രൂപയ്ക്കാണ് ഞാനത് വിറ്റത്. 2.25 ലക്ഷം രൂപയ്ക്ക് അത്ര മരമില്ലേ? ഞാൻ അയാൾ മരം കണ്ടിട്ടില്ല. എന്നാലും ഞാൻ അയാളോട് പറഞ്ഞായിരുന്നു മുതേശ് ഒരു 3 ലക്ഷം രൂപയുടെ മരം ഉണ്ടാവുമെന്ന്. ഞാൻ ആ 3 ലക്ഷത്തിൽ കുറഞ്ഞൊരു പൈസക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. കോൺട്രാക്ടർ കേൾക്കണം. ഇവൻ ഈ മരപ്പിക്കാൻ എന്താ അവകാശം? ഇവനെ വിശ്വസിച്ച് ഒരു പരിപാടി ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അച്ഛൻ കാനഡയ്ക്കൊന്നും പോയതല്ലേ ഒരു മാസത്തേക്ക്? കാനഡ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച. എന്നിട്ട് നീ ആ പൈസ എന്തോ കാണിച്ചു? അത് ഞാനിവിടെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട്. എന്നാ പോയി എടുത്തിട്ട് വാ. അതെടുത്ത് പുട്ടടിക്കാൻ നന്നായി. അതെ, അവന്റെ സ്വഭാവത്തിന് അതൊക്കെ ചെയ്യേണ്ടതാ. മൊത്തം ഉണ്ടോടാ? ഇത് മൊത്തം ഉണ്ട്. സ്ഥലക്കച്ചവടക്കാരും വന്നില്ലായിരുന്നു. വന്നായിരുന്നെങ്കിൽ അത് മൂലയാൻ വിറ്റേനെ. മൂലയോ? വേണേ മൊത്തം കൊടുത്തേനെ അല്ലേ? അച്ഛൻ കാനഡയ്ക്ക് നല്ല സുഖമെല്ലാം പിടിച്ച് അവിടെ അങ്ങ് കൂടുമെന്നാ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാനവിടെ കൂടുവാ. പിന്നെ അച്ഛന്റെ കാലശേഷം ഈ സ്വത്തൊക്കെ എനിക്ക് തന്നെ ആണല്ലോ. നിനക്കോ? കടയാടി മോനെ. പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കൂടാ. മക്കളൊക്കെ കോടീശ്വരന്മാരല്ലേ അച്ഛൻ? കോടീശ്വരന്മാര്. ഇതിന് സ്വപ്നം കണ്ട് നടക്കാ നീ. അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞായിരുന്നു ചില കാര്യങ്ങൾ. ഇവിടെ അച്ചായന്റെ വടിയും അച്ചായന്റെ മാലയും ഞാനും പറഞ്ഞായിരുന്നത്. അച്ചായന്റെ തലക്കെട്ടും എന്റെ ജുബായും ഒക്കെ ഇട്ടോണ്ട് അച്ചായൻ കളിക്കുവായിരുന്നല്ലേ? അച്ചായൻ ഇവിടെ ഇല്ലാത്തപ്പം അച്ചായൻ ഇവിടെ ഉണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ചായന്റെ ഡ്രസ്സ്, അച്ചായന്റെ കൊന്ത, അച്ചായന്റെ വെന്തിഞ്ഞം, അച്ചായന്റെ മാല, അച്ചായന്റെ ഈ പിടിയല്ല മറ്റേ തരും എല്ലാം എടുത്തിട്ട് ഞാനൊന്ന് ഇട്ടതാ. ഭക്ഷണമായി നോക്കി
കോൺട്രാക്ടർ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഊണ് കഴിച്ച് ആ ഊണ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്നാ ചെല്ല്. അല്ല ഇടിയിറച്ചി ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ. ആക്കി ഇവിടെ ചാപ്പിട്ടവൻ. അപ്പോഴേ നമ്മുടെ പരിപാടികളെല്ലാം ഈ ആഴ്ച തീരുവാണ്. ആയിക്കോട്ടെ. പിന്നെ എല്ലാം ക്ലോസ് ചെയ്തിട്ടേ കണക്കെല്ലാം നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ആയിക്കോട്ടെ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അധികമൊന്നും വരാനൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്തായാലും കാണുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെങ്ങനെയാന്ന് കോണ്ടാക്ട് അതിന്റെ അല്ല അച്ചായന്റെ വർക്കിന് പിന്നെ നമുക്ക് അങ്ങനെ പേടിക്കാനില്ല. പൈസക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വിഷമോ ഒന്നും ഇല്ലല്ലോ. ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലേ നമുക്ക് സന്തോഷം. അതല്ലേ വേറെ വർക്കെല്ലാം നടക്കുമ്പോഴും അച്ചായൻ വിളിക്കുമ്പോ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. അത് വേണം. എന്നാ പിന്നെ ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആയിക്കോട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ, കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ. ആക്ടിംഗ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ക്യാമറ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സോങ് റൈറ്റിംഗ്, മേക്കപ്പ്, സൗണ്ട് റെക്കോർഡിംഗ്, ആങ്കറിംഗ്, ന്യൂസ് റീഡിംഗ്, documentary, art film, short film, location tour. Course duration 3 months. Kerala Icons Media Office, 2nd floor, opposite SBI, bus stand, Cheruppuzha. Phone 9447778901 7012426257.